الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. ഇനിയങ്ങോട്ട് ഹജ്ജിൻ്റെ നാളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ ചരിത്രവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അമലുകൾ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തെ 4 ഘട്ടങ്ങളായി തിരിച്ചു. ഓരോ ഘട്ടത്തെയും അഭിമുഖീകരിക്കുന്ന പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി തരികയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. മനുഷ്യ ചരിത്രത്തിൻ്റെയും ഒപ്പം ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും 4 ഘട്ടങ്ങളിൽ ഒന്നാമത്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി വരെയുള്ള കാലഘട്ടമാണ്. അത് മനുഷ്യഘട്ടത്തിൻ്റെതുമാണ്, ഇസ്ലാമിൻ്റെ ഘട്ടത്തിൻ്റെതുമാണ്. കാരണം മനുഷ്യരോടൊപ്പം ദീനുൽ ഇസ്ലാം സജീവമാകുകയായിരുന്നു ഭൂമിയിൽ. ആ കാലഘട്ടം പൊതുവെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പറ്റി മാത്രം ചർച്ച ചെയ്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഉലൂഹിയത്ത് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തിലും ആ റബ്ബാണ് എന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കാനും
3 നബിമാരെ നിയോഗിച്ചു അള്ളാഹു, ആദമിനെയും സീസിനെയും ഇദ്രീസിനെയും. ഈ 3 നബിമാരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഏതാണ്ട് ആദമിൻ്റെ 10ഓളം തലമുറകൾ ശിർക്കിലേക്ക് എത്താത്തത് കൊണ്ട്, അഥവാ അള്ളാഹുവിന് ഇടയാളുകളെ നിർമ്മിക്കാത്തത് കൊണ്ട് ഉലൂഹിയത്തിൻ്റെ ദഅവത്ത് ആവശ്യമായി വന്നില്ല. റുബൂബിയത്തിൽ ഒതുങ്ങി. അത് ആകാശത്തിൽ വെച്ച് അല്ലാഹു തആല കൊടുത്ത ഇൽമനുസരിച്ച് നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള ഘട്ടമാണ്. ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത കൃത്യമായും ഉലൂഹിയത്ത് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും അതിൻ്റെ ഗുണഫലങ്ങളും അതിൻ്റെ ശിർക്കിൻ്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിക്കാനുള്ളതായിരുന്നു ആ കാലഘട്ടം. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യമായി ഉലൂഹിയത്ത് ചർച്ച ചെയ്ത പ്രവാചകൻ. കാരണം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നത് 4ാമത്തെ നബിയും 1ാമത്തെ റസൂലുമായിട്ടാണ്. ഈ 1ാമത്തെ റസൂലിൻ്റെ പ്രസക്തി എന്താണ്? നൂഹ് നബിൻ്റെ ഔദ്യോഗിക ഡ്യൂട്ടി ആദമ മുതൽ ഇങ്ങോട്ട് വന്ന അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് മക്കൾക്കും പേരക്കുട്ടികൾക്കും ആ കാലഘട്ടത്തിൽ ജീവിച്ച ന്യൂനപക്ഷം വരുന്ന മനുഷ്യർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനും അതിലുള്ള ഈമാൻ ഉറപ്പിച്ചു നിർത്താനും ആണ്. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ബഅ്സത്ത് ഉണ്ടാകുന്നത് അള്ളാഹുവിനോടൊപ്പം ഇടയാളുകളെ, ഔലിയാക്കളാകുന്ന ഇടയാളുകളെ നിർമ്മിച്ച് റുബൂബിയത്തിലുള്ള ഈമാൻ തകരാറിലാക്കിയപ്പോൾ അത് തിരുത്താൻ വേണ്ടി വന്നതായിരുന്നു ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ആദ്യത്തെ റസൂല് നൂഹ് നബിയാണെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്ത ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബിയാണെന്നും നാം ചരിത്രത്തിലും പ്രമാണങ്ങളിലും വായിച്ചെടുക്കുന്നത്. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വേറെ ഒന്നും ചർച്ചയിലുണ്ടായിട്ടില്ല. അള്ളാഹുവിന് ഇടയാളുകളാക്കി മഹാന്മാരായ ഔലിയാക്കൾ മരിച്ചപ്പോൾ അവരെ പൊതു ഖബർസ്ഥാനിൽ അടക്കം ചെയ്ത് അവരുടെ ഖബറുകൾക്ക് പ്രത്യേകമായ അടയാളങ്ങൾ നൽകി ജാറങ്ങളാക്കി ആ ജാറങ്ങളെ അള്ളാഹുവിൻ്റെ നിന്ന് കാര്യങ്ങൾ നേടാൻ, അഥവാ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ ഉപയോഗപ്പെടുത്താൻ ഈ മരിച്ചുപോയ മഹാന്മാരുടെ ഒന്നിക്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, ഒന്നിക്കിൽ തവസ്സുലായിട്ട് അല്ലെങ്കിൽ ഇസ്തിഗാസയായിട്ട്, രണ്ടാലൊരു രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അത് തിരുത്താനാണ് ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി, അല്ലാഹു തആല നൂഹ് നബിയെ റസൂലാക്കി ആ ഖൗമിലേക്ക് അയക്കുന്നത്. ആ കാലഘട്ടത്തിൻ്റെ ബന്ധം ചരിത്രത്തിൽ പൂർണ്ണമായും തൗഹീദും ശിർക്കും എന്ന 2 അടിസ്ഥാന ഘടകങ്ങളുമായിട്ടാണ് ആ കാലഘട്ടത്തിലെ ചരിത്ര ബന്ധം. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകമായ ഒരു അമലുകളുമായിട്ടൊന്നും കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ ബന്ധിപ്പിച്ചതായിട്ട് നമ്മൾ പ്രമാണങ്ങളിൽ കാണുന്നില്ല. നോമ്പോ നിസ്കാരോ ഹജ്ജോ സക്കാത്തോ ഇങ്ങനെയുള്ള അമാലുകളെ പറ്റി ഒന്നും നൂഹ് നബിൻ്റെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തതായിട്ട് നാം പ്രമാണങ്ങളിൽ കാണുന്നില്ല. പ്രമാണങ്ങളിൽ കാണുന്ന ഒരേ ഒരു വിഷയം മാത്രമാണ്, അള്ളാഹു അല്ലാത്ത മഹാന്മാര് മരിച്ചപ്പോൾ അവരുടെ കബറിടങ്ങളെ അലങ്കരിച്ച് ജാറങ്ങളാക്കി ദർഗകളാക്കി മാറ്റി ആ ജാറങ്ങളെയും ദർഗങ്ങളെയും അള്ളാഹുവിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാൻ ഇടയാളുകളാക്കി നിശ്ചയിക്കുക. അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ കർശനമായി അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകത്തെ പൂർണ്ണമായും ബാധിക്കുന്നതും പൂർണ്ണമായി ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കാഫിറുകളായിട്ടോ മുശ്രിക്കുകളായിട്ടോ പുറത്തു പോകുന്നതുമായൊരു സംവിധാനമാണ് ജാറ സംവിധാനം. അതുകൊണ്ട് അതിന് ശക്തമായി അപലപിക്കുകയും എതിർക്കുകയും നിഷ്കാസനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തതായിരുന്നു ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് 100%. അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൃത്യമായിട്ട് അവരോട് പറയുന്നുണ്ട്, മിമ്മാ ഖതീആതിഹിം നൂഹിന്റെ ഖൗമ് തെറ്റ് ചെയ്തതിനാൽ ഉഗ്രിക്കു അവരെ വെള്ളത്തിൽ മുക്കപ്പെടുകയുണ്ടായി, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ഉണ്ടായി. ഇവിടെ നൂഹ് നബിന്റെ കാലഘട്ടത്തെ പറ്റി സൂറത്തു നൂഹിൽ അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ് മിമ്മാ ഖതീആതിഹിം, അവരുടെ പാപം കാരണത്താൽ. എന്തായിരുന്നു അവരുടെ പാപം? ഞാൻ പലപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്,
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമ് എന്തെങ്കിലും ഒരു പ്രത്യേക പാപം ചെയ്തതായിട്ട് പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക പാപത്തിൽ മാത്രം മൂടുകുത്തി നശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നൂഹ് നബിൻ്റെ കാലഘട്ടത്തിലുള്ള പാപം എന്ന് പറയുന്നത് ജാറങ്ങളെ, ദർഗകളെ ഇടയാളുകളാക്കുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലോ അവരുടെ നോമ്പിൻ്റെ കാര്യത്തിലോ അവരുടെ സക്കാത്തിൻ്റെ കാര്യത്തിലോ അവരുടെ തഖ്വയുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിലോ ഒന്നും അഭിപ്രായ വ്യത്യാസം ചരിത്രത്തിലില്ല. ഖുർആനും ഹദീസും അങ്ങനെ ഒരു ചരിത്രം പറയുന്നുമില്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞത് മുഴുവനും ഈ ജാറങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ അവിടുത്തെ മൗലാനമാരും ഷെയ്ഖുനമാരും ഭൂരിപക്ഷക്കാരും പ്രസംഗിച്ചുകൊണ്ട് നടന്ന വിഷയത്തിന്റെ സംക്ഷിപ്ത രൂപം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് അവർ പ്രസംഗിച്ചത്? അവരുടെ മൗലാനമാര് അവരുടെ അനുയായികളെ വിളിച്ചുകൂട്ടി, സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അവരുടെ ഷെയ്ഖുന മൗലാനമാര് പ്രസംഗിച്ച വിഷയം നൂഹ് നബിക്കെതിരായിട്ട് എന്താണ്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ അല്ലാഹു തആല നമ്മളെ അത് അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരെ മൗലാനമാര് പ്രസംഗിച്ച വിഷയം ലാ തദറുന്ന ആലിഹത്തക്കും. ഒന്നും അവർ പറയുന്നില്ല. അവരടിസ്ഥാന വിഷയമായിട്ട് പറയുന്നത് ലാ തദറുന്ന ആലിഹത്തക്കും. അനുയായികളോട് പറഞ്ഞത്, നൂഹ് എന്ത് പറഞ്ഞാലും അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചു പോകരുത്, നിങ്ങളെ ശേഖന്മാരെ നിങ്ങൾ കൈവിട്ട് കളയരുത്. ലാ തദറുന്ന, തീർച്ചയായും നിങ്ങൾ കൈവിട്ട് കളയരുത് ആലിഹത്തക്കും, നിങ്ങളുടെ ഈ മഹാന്മാരായ ഇടയാളുകളെ. ലാത്തയെ എന്നിട്ട് വിശദീകരണം പറയുന്നു അപ്പുറത്ത്, വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്റ. നിങ്ങൾ വദ്ദ് തങ്ങളെ കൈവിട്ടേക്കരുത് നൂഹ് പറയും പോലെ. നൂഹ് എന്തും പിച്ചും പേയും പറയും. നൂഹ് ഒരു ഭ്രാന്തനാണ്, നമ്മളെ കൂട്ടത്തിൽ ജീവിച്ച ഒരു ഭ്രാന്തനായ മനുഷ്യനാണ്. അയാൾക്ക് ഇതൊന്നും പറയാൻ അറിയില്ല, അയാൾക്ക് പൂർവിക ചരിത്രമൊന്നും അറിയില്ല. അതിനെപ്പറ്റി നൂഹ് നബിയെ പറ്റി മൗലാനമാര് പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളെ തങ്ങളെ ശരിക്ക് ശ്രദ്ധിച്ചോളാം. ലാ തദറുന്ന വദ്ദ, നിങ്ങൾ വദ്ദ് തങ്ങളെ ജാറം കൈവിട്ടേക്കണ്ട. വലാ യഊഖ, യഊഖ് തങ്ങളെ വദ്ദൻ വലാ സുവാഅ, സുവാഅ് തങ്ങളെയും കൈവിട്ടേക്കണ്ട. വലാ യഊഖ വയഊസ വനസ്റ, യഊഖ് യഊസ് നസ്ർ എന്നീ മഹാന്മാരെ അവരെയും നിങ്ങൾ കൈവിട്ടേക്കണ്ട. ഈ രീതിയിലാണ് അന്നത്തെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാർ, പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായ ശൈഖുനമാര് പ്രസംഗിച്ചത്. അത് അല്ലാഹു തആല ഉദ്ധരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ. ഈ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഖാല നൂഹു റബ്ബി, ബഹുമാനപ്പെട്ട നൂഹ് നബി പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നഹും അസൗനി, അവര് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞത് അവരനുസരിക്കുന്നില്ല, നീ മാത്രം എന്ന ആശയത്തോടെ അവർ യോജിക്കുന്നില്ല. അവർക്ക് തങ്ങന്മാരും ശേഖന്മാരും ഇല്ലാതെ പറ്റൂല എന്ന് അവർ പറയുന്നത്. അവരെന്നോട് പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ഇന്നഹും അസൗനി വത്തബഉ, അവര് പിൻപറ്റുന്നത് ആരെയാണെന്നറിയുമോ? നീ നൽകിയിരിക്കുന്ന സമ്പത്തും അധികാരവും, സമ്പത്തും മാലൻ വലത യത്തബിഊന, അവർ പിന്തുടരുന്നത് നീ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അധികാരവും ഭൂരിപക്ഷവും നൽകി ഈ ഭൂമിക്ക് സ്ഥാപിച്ച ഈ സമൂഹത്തെയാണ് അവർ പിൻപറ്റുന്നത്. ഇല്ല ഖസാറ, അവർ പരാജയമല്ലാതെ അവരെ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അവരെയാണ് ഇവർ പിൻപറ്റുന്നത്. ഞാൻ പറയുന്നത് ഇവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവേ എന്തെങ്കിലും നടപടി നീ ഉണ്ടായിക്കണം. ഈ ജാറക്കാരായ ദർഗക്കാരായ കാഫിരീങ്ങളെ നീ ഇനി ഭൂമിയിൽ ബാക്കി വെക്കണ്ട. അത്രമാത്രം അപകടകരമാണ്. ഇൻ തദറുഹും, അവരെ നീ ബാക്കി വെക്കുകയാണെങ്കിൽ അവര് അപകടകാരികളായ മക്കളെയായിരിക്കും ജനിപ്പിച്ചു വിടുക. അത്ര വരെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അള്ളാഹു ഇടപെട്ടു, പ്രശ്നം പരിഹരിച്ചു. ആ ജാറക്കാരായ മുഴുവനും, ആ ദർഗക്കാരെ മുഴുവനും അള്ളാഹു തആല പാരമ്പര്യ മുസ്ലിമീങ്ങളെ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഷീഈ മുസ്ലിമീങ്ങളെ മുഴുവനായിട്ട് മുക്കിക്കൊന്ന് നശിപ്പിച്ചില്ലാതാക്കി. ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയ മുഅ്മിനീങ്ങൾ മാത്രം ദുനിയാവിൽ ബാക്കിയായി. അങ്ങനെ 2-ാം അധ്യായം അവിടെ അവസാനിച്ചു, ഇല്ലേ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബി വരെയുള്ള 1-ാം അധ്യായം ഞാൻ പറഞ്ഞു തന്നു. നൂഹ് നബി തൊട്ടുള്ള അധ്യായമാണ് ഈ പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമുഖീകരിച്ച ആ പ്രശ്നങ്ങൾ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തു. പിന്നെ അങ്ങോട്ട് നാം കാണുന്നത് ഹൂദ് നബിയെയും സാലിഹ് നബിയെയും അതുപോലെയുള്ള നബിമാരെയും ആണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനം കപ്പലിൽ നിന്നിറങ്ങി വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിച്ചു. അവർ മുസ്ലിമീങ്ങളായിട്ടാണ് താമസിക്കുന്നത്. കാലക്രമത്തിൽ അവരുടെ പുരോഹിതന്മാര് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ഔലിയാക്കൾ വേണമെന്നും പറഞ്ഞ്
അക്കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയവരും ഇപ്പം നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ കബറടക്കിയവരുമായ ആൾക്കാരെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദിന്റെയും ഹൂദിന്റെയും സമൂഹം നശിച്ചത്. അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിലൊന്നും എന്തെങ്കിലും ഒരു പ്രത്യേക അമലുകളുമായിട്ട് ചരിത്രത്തെ ബന്ധിപ്പിച്ചിട്ട് നമ്മൾ കാണുന്നില്ല. നോമ്പിന്റെ ചരിത്രബന്ധം ആദം അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ടാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിൽ നിന്ന് വന്ന് തുടക്കത്തിൽ തന്നെ നോമ്പ് നിർബന്ധിക്കും. നോമ്പ്, നിസ്കാരം മുതലായ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ആജ്ഞാപിച്ചിരുന്നു. ആദം നബിക്ക് നിസ്കാരമുണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു. ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ പൂർവികന്മാർക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു എന്നല്ലേ ഖുർആനുള്ളത്. പൂർവികന്മാർ ആദം നബി മുതലേ പൂർവികത തുടങ്ങിയതല്ലേ. ആ കാലഘട്ടത്തിലെല്ലാം നോമ്പുണ്ടായിരുന്നു. അവർ നോമ്പ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി, അമാലുകളെ പറ്റിയോ അവർ ചെയ്ത ഫവാഹിഷുകളെ പറ്റിയോ ഒന്നും ചർച്ചയില്ല. മെയിൻ ചർച്ച പിന്നെയും ജാറങ്ങൾ തന്നെയാണ്. തൗഹീദ് തന്നെയാണ് പിന്നെയും ചർച്ച. കാലഘട്ടം അങ്ങനെ നീങ്ങി ആ അധ്യായങ്ങളൊക്കെ അല്ലാഹു തആല അവസാനിപ്പിച്ച ചരിത്രം നമ്മൾ അറിയുമല്ലോ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ്. ഖുർആൻ നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് ആദിന്റെ നാശം, ഇറമിന്റെ നാശം, സമൂദിന്റെ നാശം, ഹൂദ് നബി, സാലിഹ് നബി മുതലായ പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ അല്ലാഹു തആല അവരെയൊക്കെ തുടച്ചു നീക്കി പല രീതിയിൽ. അള്ളാഹുവിന്റെ പല രീതി ഭയങ്കരമായ ഭൂകമ്പത്തിലാണ് ആദിന്റെ ഖൗമ് നശിച്ചത്. അത്യുജ്വലമായ രീതിയിൽ ഒരാഴ്ചക്കാലം അടിച്ചു വീശിയ കൊടുങ്കാറ്റിലാണ് എല്ലാം തകർത്ത് തരിപ്പണമായത് സമൂദിന്റെയും ഇറമിന്റെയും സാമ്രാജ്യം. ഇതെല്ലാം നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെയൊക്കെ അല്ലാഹു തആല എന്ത് കാരണത്താൽ എന്നാണ് പറയുന്നത്? പൂർണ്ണമായും പറയുന്നത് അവര് അള്ളാഹുവിന് ഇടയാളുകളെ ഉണ്ടാക്കി എന്ന കാരണത്താൽ. അവർ ഇന്ന തെറ്റ് ചെയ്ത് നിസ്കാരം ഒഴിവാക്കി, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കി, അല്ലെങ്കിൽ മദ്യപാനികളായിരുന്നു, ചൂതാട്ടക്കാരായിരുന്നു, സിന ചെയ്യുന്നവരായിരുന്നു, ഇങ്ങനൊന്നും അല്ലാഹു തആല അവിടെ പറയുന്നില്ല. അവിടെയൊക്കെ അള്ളാഹുവിന് പകരക്കാരെയോ ഇടയാളുകളെയോ ആക്കി എന്ന കുറ്റം മാത്രമാണ് പറയുന്നത്. ചരിത്രം വായിക്കരുതോ, പഠിക്കരുതോ. ഇത് മിണ്ടാണ്ട് നിന്നിട്ട് ആരോ പറയുന്നതും കേട്ടുന്ന സംഗതി നടക്കൂലല്ലോ. നമ്മളെ തൗഹീദ് ഉറപ്പിച്ചല്ലേ പറ്റൂ. അവരിങ്ങനെ പറഞ്ഞു, ആ സംഘടന ഇങ്ങനെ പറഞ്ഞു, ഈ സംഘടന ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൂലല്ലോ. നമ്മൾ ഈമാനെ സംബന്ധിച്ച് നമ്മളോടല്ലേ ചോദിക്കുള്ളൂ, വേറെ ആരോടും ചോദിക്കൂല. ഓരോരുത്തരും അവനവന്റെ നഫ്സിനെ സംരക്ഷിക്കാൻ ആവശ്യമായത് ഒരുക്കിക്കൊള്ളണം. ഏറ്റവും വലിയ ആവശ്യം തൗഹീദാണ്, നഫ്സിനെ സംരക്ഷിക്കാൻ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 3 കാലഘട്ടങ്ങളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം സിറിയയിൽ, ഇറാഖിൽ, ബാബിലോണിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ജീവിച്ച യൗവന കാലഘട്ടമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യൗവന കാലഘട്ടത്തിൽ ഇറാഖിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഇസ്ലാമാണ്, ദീനുൽ ഇസ്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കേണ്ട പ്രാധാന്യത്തെ സംബന്ധിച്ചും ഷഹാദത്ത് നൽകിയിട്ടില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുമാണ് ഇറാഖിൽ വെച്ച് യൗവനകാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സഹജനങ്ങളോട് സംസാരിച്ചതും പ്രസംഗിച്ചതും ഒക്കെ നമുക്കതറിയാം. ചരിത്രം ദീർഘമായി പറയേണ്ട അവസരമല്ല ഇപ്പോൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പറയേണ്ട സമയത്ത് പറയാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചെടുക്കുന്നു. ആ ഇസ്ലാമിനെ അംഗീകരിക്കാൻ ആരും തയ്യാറല്ല, ആ ഷഹാദ അംഗീകരിക്കാൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നിച്ച് ആകെ ഉണ്ടായത് ഭാര്യ സാറ മാത്രമാണ്. രണ്ടേ രണ്ടാള്, ഇബ്രാഹിം നബിയും സാറാ ബീവിയും. വേറൊരാളും മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറായില്ല, വേറൊരാളും ഈ ഷഹാദത്ത് അംഗീകരിച്ചില്ല. അവരെല്ലാം മൗലാനമാരും ഷെയ്ഖുനമാരും ഭരണകൂടവും പറയുന്നതനുസരിച്ച് ജീവിച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല. കാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദി, ഞാൻ പോവുകയാണ്. ഇന്നി ദാഹിബു, ഞാൻ പോവുകയാണ് ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്. നിങ്ങളൊന്നിച്ച് ജീവിച്ചാൽ ശരിയാകുകയില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാനിനി ഈ നാട്ടിൽ ജീവിക്കുന്നില്ല, തൗഹീദില്ലാത്ത നാട്ടിൽ ഞാൻ ജീവിക്കുന്നില്ല. നിങ്ങൾ വെറും ഔലിയാക്കന്മാരും ജാറുമായിട്ട് നടക്കുകയാണ്, ഭരണകൂടത്തിന്റെ അടിമകളായിക്കൊണ്ട്. ഈ കാലഘട്ടത്തിൽ സംഘടനാ നേതൃത്വത്തിന്റെയും പുരോഹിത വിഭാഗത്തിന്റെയും അടിമകളായി ജീവിക്കുന്നത് പോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങളോട് പറഞ്ഞ വിഷയം അതാണ്. അതുകൊണ്ട് ഇലാ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്ക് എന്തൊക്കെ ഒരു വഴി കാണിച്ചു തരും, ഞാൻ പോവുകയാണ്. ഖുർആനിന്റെ കൂട്ടരെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സാറാന്റെ കയ്യും പിടിച്ച് നാട് വിട്ടു. നടന്ന് എവിടെ എത്തിയത്? സിറിയയില്, ചരിത്രപ്രസിദ്ധമായ സിറിയയില്. അങ്ങനെയല്ലേ സിറിയ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്?
ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സിറിയയിലെത്തുമ്പോൾ വഴിയിൽ വെച്ച് നാട്ടുരാജാവ് ഇബ്രാഹിമിന് സമ്മാനമായിട്ട് നൽകിയതായിരുന്നു ഹാജറായെ. ആ ഹാജറായ ഇബ്രാഹിമെ വിവാഹം കഴിച്ചു. ഇബ്രാഹിം ഹാജറായെയും സാറായെയും കൊണ്ടാണ് സിറിയയിലെത്തുന്നത്. ഇപ്പൊ ആരാ ഉള്ളത് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ? 3 ആള്, ഇബ്രാഹിം നബിയും ഹാജറയും സാറയും. വേറെ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ ഇബ്രാഹിമിന്റെ ഒന്നിച്ച് സിറിയ കാലഘട്ടത്തിൽ? ഇബ്രാഹിം നബി സിറിയയിൽ ജീവിക്കുന്ന കാലം ഏതെങ്കിലും ഒരാളെ, മുസ്ലിമായ ഒരാളെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ചരിത്ര പ്രമാണബന്ധിതമായി ഈ 3 പേരല്ലാതെ, ഇബ്രാഹിമും ഹാജറയും സാറയും അല്ലാതെ 4-മത്തൊരു മുസ്ലിം, ലക്ഷക്കണക്കിന് ജനങ്ങളന്ന് ജീവിക്കുന്നില്ലേ അന്ന് സിറിയയിൽ? റോമന്റെ നേതൃത്വത്തിലായിരുന്നില്ലേ പഴയകാല സാമ്രാജ്യത്വ ശക്തികൾ? അതായത് ആദ്യം ഇറമും ഇട്ടേച്ചു പോയ ഭരണാധികാരികളുടെ പിന്തുടർച്ചക്കാരല്ലേ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെപ്പറ്റിയല്ലേ സൂറത്തു ദുഖാനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ ഇന്നാ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, നിങ്ങളെ പൂർവികന്മാര് എത്ര അരുവികളെയും ആരാമങ്ങളെയുമാണ് ഇത് ഇട്ടേച്ചു പോകേണ്ടി വന്നത്. ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം, എത്ര ബംഗ്ലാവുകളും കൃഷിസ്ഥലങ്ങളുമാണ് നിങ്ങളെ പൂർവികന്മാരുടെ ഇട്ടേച്ച് നശിച്ചു പോയത്. വസുറൂഇൻ വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, നിങ്ങൾ എത്ര സുഖലോലുപരായി ജീവിച്ച എത്ര സുഖലോലുപതയുടെ അടയാളങ്ങളും അനുഗ്രഹങ്ങളുമാണ് അവരുടെ ഇട്ടേച്ചു പോയത്. കദാലിക വഔറസ്നാഹാ ഖൗമൻ, അവരെല്ലാം നശിച്ചുപോയി. ഈ സൗകര്യങ്ങളെല്ലാം നാം അതിന്റെ തലമുറക്കാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അതല്ലേ അല്ലാഹു തആല പറഞ്ഞ സൂറത്തുൽ ദുഖാനിൽ, ഇന്നാ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആ മൗലാനമാരെയും ശൈഖുനമാരെയും ജാറങ്ങളെയും അനുയായികളെയും അല്ലാഹു തആല പല രീതിയിൽ നശിപ്പിച്ചൊടുക്കി കരിച്ചു കളയുമ്പോഴൊന്നും ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാ, ആകാശം അവർക്ക് വേണ്ടി കരഞ്ഞില്ല. വൽ അർദ്, ഭൂമി അവർക്ക് വേണ്ടി കരഞ്ഞില്ല. വമാ കാനൂ മുൻളരീൻ, എന്തെങ്കിലും ഒരു പ്രതീക്ഷക്ക് വകയും അവർക്കുണ്ടായില്ല. ഖുർആനല്ലേ സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു പറഞ്ഞല്ലേ പൂർവികന്മാരെ പറ്റി എല്ലാം ക്ലിയറായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സിറിയയിൽ വെച്ചാണ് ഈമാനിന്റെ ബാലപാഠം തുടങ്ങുന്നത്. തൗഹീദിന്റെ വഴിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ശത്രുക്കൾ കുടുംബക്കാരായിരിക്കും. കുടുംബത്തിന്റെ പ്രശ്നമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുക. പിന്നെ കൂട്ടുകാരുടെ, പിന്നെ നാട്ടുകാരുടെ, പിന്നെ സമൂഹത്തിന്റെ. ഒരു മുവഹിദ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ശത്രുക്കൾ ആദ്യം കുടുംബക്കാരാണ്. അത് കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടുകാരായിരിക്കും. എന്നല്ലാതെ പൊതുശത്രുവിനെ അങ്ങനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് റൈസറാക്കിയിട്ട് റൈസർ നോക്കണ്ടില്ല. തൗഹീദിന്റെ ശത്രുക്കള് അങ്ങനെ ഡൽഹിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അതേപോലെ തന്നെ സിറിയയിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ശത്രുവുമല്ല. തൗഹീദ് ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന ശത്രു സ്വന്തം കുടുംബമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ. അപ്പൊ പിന്നെ ഹിജ്റ ഫർളാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ ഹാജറയും സാറയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ കുടുംബ പ്രശ്നത്തിൽ നീറുന്ന പല സംഗതികളും ഇബ്രാഹിമിന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഇബ്രാഹിം, ഹാജറയും സാറയും, കാരണം അതിൻ്റെ ഇടയിലാണ് മക്കൾ ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട ഹാജറ ബീവിയാണ് ആദ്യം പ്രസവിക്കുന്നത്, പേര് ഇസ്മായിൽ. രണ്ടാമത് പ്രസവിക്കുന്നത് സാറ ബീവിയാണ്. അവർക്ക് പേരിട്ടത് ഇസ്ഹാക്ക് എന്നാണ്. 2 കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുംബ ബഹളം ഉണ്ടാകാൻ തുടങ്ങി. അത് മനുഷ്യ സഹജമാണ്. ഇത് പ്രവാചകന്റെ ഭാര്യ കണക്കാക്കിയിട്ട് കുടുംബകലം ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് കുടുംബകലഹം, ബഹളം, ഭാര്യ മക്കളുമായിട്ടുള്ള പ്രശ്നം, അതൊക്കെ സർവ്വസാധാരണ ബശരീയത്തിന്റെ ഭാഗമാണ്. മാനുഷികതയുടെ തബഈയായ അതിന്റെ പ്രകൃതിപരമായ ഭാഗമാണത്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്താന്നേ ഉള്ളൂ. ഇല്ലാണ്ടാക്കാൻ ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്താൻ നടക്കൂല. അത് കൈകാര്യം ചെയ്യാൻ മാത്രമേ നമുക്ക് ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ശ്രമം നടത്തി, പല പ്രശ്നങ്ങളും ഉണ്ടായി. അവസാനം അള്ളാഹുവിന് വിവരം കിട്ടി, ഒരു ഭാര്യയും മോനെയും കൂട്ടിയിട്ട് നാട് വിട്ട ആളാണ് അല്ലേ. അവിടെ നിന്നല്ലേ മക്കയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറാനെയും ഇസ്മായിലിനെയും കൂട്ടി സിറിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആരായിരുന്നു ഒന്നിച്ചുണ്ടായത്? ഇവരും 2 പേരല്ലാതെ 3-മത്തെ ഒരാൾ ഇബ്രാഹിം നബിനെ ഒന്നിച്ച് മക്കയിലേക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്നോ? ആരാ ഇബ്രാഹിം നബി? ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അതല്ലേ ഇബ്രാഹിം നബി. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അതല്ലേ ഇബ്രാഹിം നബി. ഖുർആൻ പറഞ്ഞതല്ലേ ഇബ്രാഹിം നബിന്റെ പോരിശ.
എന്നിട്ടും എന്തേ പ്രസംഗിച്ചിട്ടും പ്രവർത്തിച്ചിട്ടൊന്നും ആളെ കിട്ടാതെ പോയത്? ആളെ കൂട്ടുക എന്നുള്ളതൊരു ദായിയുടെ രീതിയല്ല, അത് ദുനിയാവിന്റെ രീതിയാണ്, സംഘടനന്റെ രീതിയാണ്. ആളെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇത്ര ആളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടി. ഇതൊന്നും പ്രവാചകന്മാരോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടില്ല. പ്രവാചകന്മാരോടോ ദായികളോടോ റിസൾട്ട് അല്ലാഹു ആവശ്യപ്പെടുന്നില്ല. എന്ത് ചെയ്തു എന്നേ അല്ലാഹു അറിയേണ്ടതുള്ളൂ. എന്നിട്ട് എന്തായി എന്ന് അല്ലാഹു ചോദിക്കുന്ന പ്രശ്നമില്ല. ഇബ്രാഹിമെ ഇത്രയും കൊല്ലം 100 ചില്ലം കൊല്ലം മെനക്കെട്ടിട്ട് എന്തായി എന്ന് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്ന പ്രശ്നമില്ല. ചോദിച്ചാൽ പറയാനുള്ളത് ആകെ 5 ആളെയാണ് കിട്ടിയത് എന്നാണ്. ഒന്ന് ഹാജറ, പിന്നൊന്ന് സാറ, പിന്നൊന്ന് ഇസ്ഹാഖ്, ഇസ്മായിൽ, ഇബ്രാഹിം നബി. 5 പേരാണ് ചരിത്രത്തിലുള്ളത്. ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ കാണിച്ചതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇത്രയായിരം മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു സിറിയയിൽ അല്ലെങ്കിൽ മക്കായിൽ. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ ആൾക്കൂട്ടത്തെ കാണിച്ച് പേടിപ്പിക്കുന്ന ആരെയാണ്? ഇവെല്ലാവർക്കും തുടങ്ങിയ ഒരു രീതിയാണത്. അത് സലഫി പ്രസ്ഥാനങ്ങളായാലും ശരി, മുജാഹിദ് പ്രസ്ഥാനങ്ങളായാലും ശരി, ഷീഈ ഖാദിയാനി പ്രസ്ഥാനങ്ങളായാലും ശരി, ആൾക്കൂട്ടത്തെ നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ഇത് ജഹാലത്താണ്, വിവരക്കേടാണ്, സഫാഹത്താണ്. അങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിക ലോകത്തിനില്ല. ആൾക്കൂട്ടത്തെ നോക്കിയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ചരിത്രം ഇസ്ലാമിക ലോകത്തിനില്ല. ഇവിടെ 5 പേര്, 5 പേര്. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറാനെയും കൂട്ടി ഇസ്മായിലാകുന്ന കുഞ്ഞുമോനെയും കൂട്ടിയിട്ടല്ലേ മക്കയിലേക്ക് യാത്ര തിരിക്കുന്നത് അല്ലേ? ബഹുമാനപ്പെട്ടവർ മാസങ്ങൾ 1-2 മാസത്തോളം യാത്ര ചെയ്തിട്ടല്ലേ മക്കയിലെത്തുന്നത്? ചരിത്രത്തിന്റെ 3-ാം അധ്യായം ആരംഭിക്കുന്ന അവിടെയല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ വെച്ച് ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നു, സിറിയയിൽ വെച്ച് ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു, എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പ്രാവർത്തികമാക്കേണ്ടത് എന്നാണ് സിറിയയിൽ വെച്ച് പഠിച്ചത്. എങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിസാലത്തിനെ ഞാൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് സിറിയയിൽ വെച്ച് പഠിക്കുന്നത്. അതിനുശേഷമാണ് ഇബ്രാഹിം നബിയെയും ഹാജറാനെയും എന്തിനാണ് മക്കയിലേക്ക് അയക്കുന്നത്? ഇബ്രാഹിമിന്റെ ഇഹ്സാൻ പരിശോധിക്കാനാണ്. 3-ാമത്തെ പോസ്റ്റ് ഇപ്പം അതിന്റെ പ്രൈമറി സ്റ്റേജ് ഇസ്ലാം, അത് ഇറാഖിൽ കഴിച്ചുകൂട്ടി. അതിന്റെ സെക്കൻഡറി സ്റ്റേജ് ഈമാൻ, അത് സിറിയയിൽ കഴിച്ചുകൂട്ടി. അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് മക്കയിൽ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് മാർക്ക് കൊടുക്കണം, സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഇത്രയും നാള് പരിശ്രമത്തിന്റെ അംഗീകാരം കൊടുക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് പറഞ്ഞത് എന്താണ്? ഓ ഇബ്രാഹിം, നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് സിറിയയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ. അവിടുത്തെ ജനങ്ങളോട് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഞാൻ മാത്രം എന്ന് പറയുമ്പോൾ, എൻ്റെ അള്ളാഹ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എനിക്കൊരു മകനെ തന്നാൽ ആ മകനെ വേണമെന്ന് എൻ്റെ അള്ളാഹു ആവശ്യപ്പെട്ടാൽ വല്ലാഹി ഞാൻ അത് നിർവഹിച്ചിരിക്കും. സത്യം ചെയ്തുകൊണ്ട വാക്ക് 10 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അള്ളാഹ് ഓർമ്മിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയെ. അന്ന് എനിക്കൊരു വാക്ക് തന്നിട്ടില്ല ഇബ്രാഹിം, മകനെ തരാമെന്ന്, ഇസ്മായിലിനെ എനിക്ക് വേണം. തയ്യാറുണ്ടോ? സ്വപ്നത്തിലൂടെയാണ് വഹി. 2-ാമത്തെ ദിവസവും വഹി, 3-ാമത്തെ ദിവസവും വഹി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് തീരുമാനം മാറ്റാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ റസൂലുമാണ്, നബിയുമാണ്. ഉടൻ തന്നെ തീരുമാനമെടുക്കുന്നു. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി സാറ ബീവിയോടൊപ്പം ഇസ്ഹാക്കിനോടൊപ്പം സിറിയയിലാണുള്ളത്. ഇവരെ മക്കയിൽ പാർപ്പിച്ച് 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോയതാണ്. അവിടെ നിന്നാണ് സ്വപ്നത്തിലൂടെ കൽപ്പന കിട്ടുന്നത്. ഇബ്രാഹിം നബി മക്കയിലേക്ക് പുറപ്പെട്ടു. സിറിയയിൽ നിന്ന് മക്കയിലെത്തി മോനും ഭാര്യയും താമസിക്കുന്ന കൂടാരത്തിൽ വന്നു. ആ കൂടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, അവിടെ താമസിച്ചു. ഇബ്രാഹിം നബി സ്വസ്ഥനല്ല. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അസ്വസ്ഥനാണ്. ഈ അമൽ എങ്ങനെ പൂർത്തിയാക്കും? മകനെ അറുക്കണമെന്ന് പറഞ്ഞു, എങ്ങനെ പൂർത്തിയാക്കും? എവിടെ അറുക്കും? എങ്ങനെ അറുക്കും? തീരുമാനം വന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനെയും കൂട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഹാജറായോട് യാത്രയും പറഞ്ഞിട്ട് കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത്, കഅബാലയത്തിന്റെ അടുത്ത് അഥവാ കൂടാരത്തിന്റെ അടുത്ത്. അന്ന് കഅബാലയമില്ല. കൂടാരത്തിന്റെ അടുത്ത് നിന്ന് കിഴക്കോട്ട് സഞ്ചരിച്ചു, മിനാ ലക്ഷ്യമാക്കി. മിനാ പർവ്വതങ്ങൾ ഗംഭീരമായ 2 മലകളുടെ ഇടത്താവളത്തിലൂടെയാണ് നടക്കുന്നത്. ഒരുപാട് നടന്ന് ഒരു പാറക്കെട്ടിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് മകനോട് അഭിപ്രായം പറയുകയാണ്. നീട്ടി പറയുന്നില്ല ഞാൻ. മകനോട് അഭിപ്രായം പറയുകയാണ്, മകനോട് വിഷയം അവതരിപ്പിക്കുകയാണ്. അഭിപ്രായം പറയല്ല, വിഷയം അവതരിപ്പിക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാമി, സ്വപ്നത്തിൽ എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന്. അന്നി അദ്ബഹുക്ക്, നിന്നെ അറുക്കണമെന്ന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. ഫൻദുർ മാദാ തറ, നിനക്ക് പറയാനുള്ളത് പറ മോനെ, എനിക്കെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? എന്താണ് നിന്റെ മാനസികാവസ്ഥ? തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇബ്രാഹിമിന്റെ സന്തതിയാ, നുതുഫത്തിന്റെ ഗുണം കാണിക്കും, പാരമ്പര്യ ഗുണം.
കുടുംബ ഗുണം എന്നതിന് പറയാ. ആ മോന്റെ മറുപടി, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ധൈര്യമായിട്ട് പ്രവർത്തിച്ചോളൂ ബാപ്പ. ഇഫ്അൽ മാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ കൈകാലുകളിട്ടടിക്കുകയില്ല, ഞാൻ കണ്ണുരുട്ടി നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല, നാക്ക് നീട്ടി നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എൻ്റെ മുഖഭാഗം മണ്ണിലമർത്തി അറുക്കാൻ മെനക്കെട്ടാൽ മതി. ബഹുമാനപ്പെട്ട ഇബ്രാഹിമോട് മകൻ പറഞ്ഞ വാക്കാണ്. ധൈര്യം സംഭരിച്ചു. അള്ളാഹു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിമും നടന്ന് നീങ്ങി ഒരു ഭാഗത്തെത്തിയപ്പോൾ അറുക്കാൻ തന്നെ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട ഇസ്മായിലിനെ കമിഴ്ത്തി കിടത്തി. ജബീൻ എന്ന് പറഞ്ഞ നെറ്റിത്തടം മണ്ണിനമർത്തി കിടത്തി. എന്നിട്ട് ബഹുമാനപ്പെട്ട ബാപ്പയും മോനും തീരുമാനത്തിലെത്തിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇബ്രാഹിം അറവ് തുടങ്ങി ബിസ്മില്ലാ പറഞ്ഞുകൊണ്ട്. ആ അറവ് നടക്കുന്നില്ല, മുറിയുന്നില്ല. വീണ്ടും അറുത്തു. ഇടത്തെ കാലുകൊണ്ട് ഇസ്മായിലിനെ ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ വലത്തെ കൈ കൊണ്ട്, ഇടത്തെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈയിൽ കത്തി, ഇടത്തെ കൈ കൊണ്ട് കഴുത്തും പിടിച്ചിട്ടുണ്ട്. അറവ് തുടരുകയാണ്, ശക്തമായ അറവ് തുടരുകയാണ്. ഒരു രക്ഷയുമില്ല, അറവ് നടക്കുന്നുമില്ല. ഇബ്രാഹിമിന്റെ ശക്തി ചോർന്നു പോകുന്നത് പോലെ തോന്നുന്നു. ഒരു വിഷയവും കിട്ടുന്നില്ല. ദാ വരുന്നു ജിബ്രീൽ. അയ്യാ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയ ഇന്നാ കദാലിക നജ്സിൽ മുസ്ലിമീനോ മുഅ്മിനീനോ മുഹ്സിനീൻ. അയ്യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയ, സ്വപ്നം നീ നിറവേറ്റിയിരിക്കുന്നു. എനിക്ക് തന്ന ഉറപ്പ് നീ പാലിച്ചിരിക്കുന്നു. മകൻ്റെ ഇറച്ചി എനിക്ക് ആവശ്യമില്ല, മകൻ്റെ ചോരയും എനിക്ക് ആവശ്യമില്ല. എനിക്കാവശ്യം നിന്റെ മനസ്സാണ്. നീ എന്നെ മാത്രം അംഗീകരിച്ചോ, അതോ നിന്റെ മനസ്സിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും കുടിയിരിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. പെരുന്നാളിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുകെട്ടിയിരിക്കുക. ഷോപ്പിംഗ് മുഴുവൻ നടത്തിയിട്ട് മാനസികമായി തയ്യാറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതാണ് ഏറ്റവും വലിയ പരിശോധന. ഓരോ ഹജ്ജ് പെരുന്നാളും വരുമ്പോൾ അള്ളാഹുത്തിന് അറിയേണ്ടത് എന്താണെന്നറിയുമോ? ആരുണ്ട് ഇബ്രാഹിമിനെ പോലെ ഹിസാന്റെ ദർജയിലെത്തിയവർ? കഴിഞ്ഞ കൊല്ലം പ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞവരാണ്. ഇക്കൊല്ലമാകുമ്പോഴേക്ക് കുറെ ആള് മരിച്ചു, കുറെ ആള് ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹ്ക്കറിയണം എത്ര പേര് ഹിസാന്റെ ദർജയിലെത്തിയിട്ടുണ്ട് എന്ന്. ഏതാണ്ട് 340 കോടി മുസ്ലിമീങ്ങളുണ്ട് ഭൂലോകത്ത്. മുസ്ലിമീങ്ങൾ ഏതാണ്ട് 98% ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഒന്നിക്കൽ ഷീഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാദിയാനി ഗ്രൂപ്പ്. ജാറങ്ങളെ കൊണ്ടും മരിച്ചുപോയവരെ കൊണ്ടും അതേപോലെ കുത്തുബിയ്യത്താദി കർമ്മങ്ങളെ കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത് ഷഹാദത്ത് ബാത്തിലാക്കിയ ഷിയാക്കൾ. നുബുവത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്തിന്റെ കാര്യത്തിൽ നിഷേധാത്മക നയം സ്വീകരിച്ച് 2ാം ഷഹാദ ബാത്തിലാക്കിയ കാദിയാനികൾ. ഇവരും പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയാണ്, ഈ 2 വിഭാഗവും. ഞാൻ ചോദിക്കട്ടെ പണ്ഡിതന്മാരോടും മറ്റും, ഷിയാക്കളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കാദിയാനികളെ ഒളിപ്പിച്ചു വെക്കുന്ന എന്തിനാണ്? നിങ്ങളെ നിഫാക്കല്ലേ അത്? കാപട്യമല്ലേ അത്? സംഘടനാ നേതൃത്വം കാദിയാനികളെ ഒളിപ്പിച്ചു വെക്കുന്ന എന്തിനാണ്? നിങ്ങൾ എന്തേ ഇവിടുത്തെ ഷീഈ വിഭാഗ ഭൂരിപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും അവരൊന്നിച്ച് കിടന്നുറങ്ങൽ അനുവദനീയമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഫത്വ കടലാസ് നോക്കുമ്പോഴും കാദിയാനികളെ നിങ്ങൾ മറക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? ഷിയാക്കൾക്ക് തത്തുല്യമല്ലേ കാദിയാനികൾ? ഷിയാക്കൾക്ക് അത്ര കടുപ്പമുണ്ടോ കാദിയാനികൾ? ഷിയാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയവർ. അതേ അവസരത്തിൽ കാദിയാനികൾ നുബുവത്ത് മറ്റുള്ളവർക്കും പറ്റുമെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ബാത്തിലാക്കിയവർ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായത് നേർക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയതാണോ, അതോ മുഹമ്മദ് റസൂലുള്ളാഹി ബാത്തിലായത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായതാണോ കാദിയാനികൾ? അതേ അവസരത്തിൽ ഷിയാക്കൾ ഡയറക്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായവരല്ലേ? അസ്ലി കാഫിര്യങ്ങളല്ലേ അവർ? അടിച്ചൽ മുശ്രിക്കീങ്ങളല്ലേ അവർ? അത്രയും കടുപ്പമുണ്ടോ കാദിയാനികൾ? എന്നിട്ട് മാസപ്പിറവിന്റെ കാര്യത്തിലും മറ്റും കാദിയാനികളെ മാറ്റിവെക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? ഇവിടുത്തെ ഭൂരിപക്ഷ ഷീഈ ഗ്രൂപ്പിനെ അനുകൂലിക്കുന്ന മുജാഹിദ് ഗ്രൂപ്പുകൾ എന്തേ കാദിയാനികൾ ചർച്ച ചെയ്യാത്തത്? കാദിയാനികളും പെരുന്നാൾ ആഘോഷിക്കുന്നവരല്ലേ? അവരും ബലിയെറുക്കുന്നവരല്ലേ? അവർക്കും ബലിപ്പെരുന്നാളില്ലേ? അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ? അവരും മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞവരല്ലേ? എന്നിട്ട് നാം അവരെ കാഫിറാക്കിയത് മുഹമ്മദി റിസാലത്തിൽ നുബുവത്ത് വേറൊരാക്കുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ? അല്ലെങ്കിൽ അള്ളാന്റെ തദ്ബീറിൽ മുദബ്ബിർ വേറെ ഉണ്ട് എന്ന് പറഞ്ഞവരാണോ കടുപ്പം? നബിക്ക് പകരം വേറെ ഉണ്ടെന്ന് പറഞ്ഞാണോ കടുപ്പം? എന്തേ കടുപ്പം? എല്ലാ സംഘടനകളും നേതൃത്വവും ഇവിടുത്തെ രാഷ്ട്രീയ അപ്പോസ്തലന്മാരുടെയും
പണക്കാരന്റെയും അടിമകളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീൻ വ്യക്തമാക്കാൻ നമുക്ക് സാധിക്കാത്തത്. ശത്രുവായിട്ട് തന്നെ കാണണം എപ്പോഴും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് ബദാ ബൈനനാ വ ബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ വ്യക്തമായിരിക്കുകയാണ് അൽ അദാവത്തു ശത്രുത വൽ ബഗ്ളാ വെറുപ്പും ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ, നിങ്ങൾ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നത് വരെ എന്റെ ശത്രുത തുടരും, എന്റെ വെറുപ്പ് തുടരും എന്ന് പറഞ്ഞ ഹസ്രത്ത് ഇബ്രാഹിമിന്റെ പെരുന്നാളാണ് കൂട്ടരെ വരുന്നത്. ധൈര്യമുണ്ടോ പറയാൻ ഇസ്ലാമിന്റെ ശത്രുക്കളോട്, തൗഹീദിന്റെ ശത്രുക്കളോട്, റിസാലത്തിന്റെ ശത്രുക്കളോട് ഒപ്പം നിൽക്കണം അല്ലേ? എല്ലാവർക്കും ഒന്നിച്ചിരുന്നിട്ട് തിന്നണം, ഒന്നിച്ച് കിടന്നുറങ്ങണം, ഒന്നിച്ച് മാസപ്പിറവി കാണണം, ഒന്നിച്ച് പെരുന്നാളാക്കണം. ഏതടിസ്ഥാനത്തിൽ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. കരുതിയിരിക്കുക. അപകടത്തിന്റെ പാതയിൽ ആരാണെന്നറിയുമോ? ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ബാത്തിലായി മുശ്രിക്കുകളും കാഫിറുകളുമായ ഷിയാക്കളല്ല, മുഹമ്മദുർ റസൂൽ തന്റെ ഷഹാദത്ത് ബാത്തിലാക്കിയ ഖാദിയാനികളുമല്ല. ഇത് രണ്ടും തിരിച്ചറിയാതെ തൗഹീദും പറഞ്ഞു നടക്കുന്ന മന്ദബുദ്ധികൾ, അവരാണ് അടിസ്ഥാനപരമായി നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. ചിന്തിച്ചേ പറ്റും, മനസ്സിലാക്കിയേ പറ്റും. അതെ, ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മോന്റെ കഴുത്തിൽ നിന്ന് കത്തിയെടുത്തു. ഇബ്രാഹിം പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നിലത്ത് കിടന്നെഴുന്നേറ്റ് പൊടിയൊക്കെ തട്ടി ബാപ്പാനോടൊപ്പം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് രണ്ടും കേട്ട് സന്തോഷിച്ചു നിൽക്കുന്ന ജിബ്രീൽ അടുത്തുണ്ട്. ജിബ്രീൽ ആ വാചകം പൂർത്തിയാക്കി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലേ അറഫന്റെ രാവിലെ തക്ബീർ 4 ദിവസം ചൊല്ലുമ്പോഴും ഒരംശം പോലും കടന്നിട്ടുണ്ടോ മനസ്സിൽ? ഈ ത്യാഗത്തിന്റെ എന്തെങ്കിലും ഒരു അംശം, ഒരു അണുമണി തൂക്കം തക്ബീർ ചൊല്ലി തീർക്കുകയല്ലേ രാഗത്തില്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ? കളിയാക്കലല്ലേ അത്? ഇബ്രാഹിമിനെ കളിയാക്കലല്ലേ അത്? ഇസ്മായിലിനെ കളിയാക്കലല്ലേ അത്? അള്ളാഹിനെ കളിയാക്കലല്ലേ അത്? ഈദുൽ അദ്ഹ, അതെ, ബലിപ്പെരുന്നാൾ, അതാണ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. എന്തിനു വേണ്ടി? ഹാജിമാരെ അല്ലാഹു തആല ക്ഷണിച്ച് ഇബ്രാഹിമിന്റെ സ്മരണ പുതുക്കാൻ. ദുൽഹുലൈഫയിൽ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുന്ന മീഖാത്തിലെത്തുന്ന സന്ദർഭത്തിൽ ഹാജിമാരോട് അല്ലാഹു തആല ചോദിക്കുന്നത് എങ്ങോട്ടാ? ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി എങ്ങോട്ടാ? നിന്റെ ഭവനത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക്. എന്തിന്? ഹജ്ജിന്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദ്, ലക്ഷ്യം വെച്ച് പുറപ്പെടുക എന്ന ഹജ്ജിന്റെ മാന. ഞാൻ നിന്റെ ഭവനം ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ്. ആണോ? എങ്കിൽ നിന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റി. നീ ഇപ്പൊ സൂട്ടും കോട്ടും ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. രാജാവിനെ തിരിയും വേറെ, മന്ത്രിനെ വേറെ തിരിയും, കലക്ടറെ വേറെ തിരിയും, അടിമയെ വേറെ തിരിയും. അങ്ങനെയൊന്നും ഇനി നടക്കൂല. എല്ലാവരും അഴിച്ചു മാറ്റിയ ഡ്രസ്സ്. എന്നിട്ട് ഒരു തുണി ഉടുക്കണം, ഒരു തുണി പുതക്കണം. തയ്യാറുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. തയ്യാറാണ് അല്ലാഹുവേ, അതിനാണ് ലബ്ബൈക്ക്. അതാണ് തൽബിയത്ത്. മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടുന്ന സന്ദർഭത്തിൽ ഹാജിമാര് പറയുന്ന ആദ്യത്തെ വാക്ക് ലബ്ബൈക്ക്, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. നീയല്ലാത്ത ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന പ്രശ്നമില്ല. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിനക്ക് വേണ്ടിയെല്ലാം, നീ മാത്രമല്ല, നിന്നോടൊപ്പം ഒരാളില്ല, നിന്നോട് കൂടെ ഒരാളില്ല, നിന്നെ കൂടാതെ ഒരാളില്ല. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. ഇപ്പുറത്തെ പെണ്ണുങ്ങളിൽ ഇരിക്കുന്നു സ്ത്രീകളോട് അല്ലാഹു തആല ചോദിക്കുന്നു, എങ്ങോട്ടാ? എന്റെ ഭവനത്തിലേക്കാണോ? എങ്കിൽ നിന്റെ മുഖമൂടി അഴിച്ചു മാറ്റ്. നീ അന്തസ്തുള്ള കുടുംബത്തിലെ പെണ്ണ്, തറവാടിത്തമുള്ള കുടുംബത്തിലെ പെണ്ണ്, നിന്റെ അന്തസ്തും തറവാടിത്തമുള്ള കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ മുഖം ഞാൻ പറഞ്ഞ 7 പേരല്ലാതെ നിന്റെ മുഖം കണ്ടിട്ടില്ല ഇന്നേ വരെ. അയൽവക്കക്കാർ പോലും നിന്റെ മുഖം നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. നീ മുഖം മറക്കാതെ പുറത്തിറങ്ങാറില്ല. നിന്റെ തറവാടിത്വത്തിന്റെ അടയാളമാണത്. നിന്റെ ബാപ്പ, നിന്റെ ഭർത്താവ്, ഭർത്താവിന്റെ ബാപ്പ, അങ്ങനെ പറഞ്ഞ 7 കൂട്ടര്, അവരെ മുമ്പിലല്ലാതെ നീ നിന്റെ മുഖം കാണിച്ചിട്ടില്ല. അങ്ങനെ അന്തസ്സോടെ ജീവിച്ച നീ ഇപ്പൊ എന്റെ ഭവനത്തിലേക്ക് വരികയാണ്. അഴിച്ചു മാറ്റി നിന്റെ മുഖമൂടി, എല്ലാരും കാണട്ടെ. ഇനി വെറും നീ അടിമപ്പെണ്ണ. ഈ ഇരിക്കുന്ന തുണി ഉടുത്ത് തുണി പുതച്ച് നിൽക്കുന്ന അബുദുകൾ അടിമകളാണ്. നിങ്ങളൊക്കെ ഇമാകൾ അടിമപ്പെണ്ണുങ്ങളാണ്. ഇനി അടിമകളും അടിമപ്പെണ്ണുങ്ങളുമായിട്ട് എന്റെ ഭവനത്തിലേക്ക് വന്നാൽ മതി, സംരക്ഷണം ഞാൻ തരാം.
ഹായ്, എന്താണ് ദീൻ, എന്താണ് ഇസ്ലാം? മനസ്സിലാകുന്നില്ല അല്ലേ? പണ്ഡിതന്മാർക്കും മനസ്സിലാകുന്നില്ല, മൗലവിമാർക്കും മനസ്സിലാകുന്നില്ല, നേതാക്കന്മാർക്കും മനസ്സിലാകുന്നില്ല, പ്രസിഡന്റ് സെക്രട്ടറിമാർക്കും മനസ്സിലാകുന്നില്ല ദീൻ എന്താണെന്ന്. ഇതാണ് ദീൻ, ഇതാണ് ദീൻ. അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ അല്ല എന്ത് പറയുന്നോ അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എന്റെ അല്ല പറഞ്ഞത് ആരെങ്കിലും പറയും പോലെയല്ല ഞാൻ ചെയ്യുക. മുഹമ്മദ് എന്താണോ പറഞ്ഞത് അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ, അതും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതല്ലേ രണ്ട് ഷഹാദ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബുദ്ധിയുള്ളവർക്കും അറിവുള്ളവർക്കും ഇശാറത്ത് മതി എന്നാണ് പ്രമാണം, സൂചന മതിയെന്ന്. വിശദീകരണം ആവശ്യമില്ല. മന്ദബുദ്ധികൾക്കാണ് വിശദീകരണം. മന്ദബുദ്ധികളോട് സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് അള്ളാഹു പറഞ്ഞത്. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരം കെട്ടവനോട് വർത്തമാനം പറയാൻ നിൽക്കണ്ട, നീ മാറിക്കളാന്ന് അള്ളാഹു പറഞ്ഞത്. വിവരമുള്ളവനോടെ വർത്തമാനം പറയാവും ദീനിന്റെ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെത്തിയ ഹാജിമാരും ഹജ്ജുമ്മമാരും ആദ്യം ചെയ്യേണ്ട ജോലി എന്താ? ഹജറുൽ അസ്വദിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തവാഫ് ചെയ്യലാണ് ആദ്യം ചെയ്യേണ്ട ജോലി. ആ ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തിയപ്പോൾ തവാഫിലും സഈയിലും മറ്റും ഹജ്ജിന്റെ അമാലുകളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവുമായിട്ടൊരു കരാറ് പുതുക്കേണ്ടതുണ്ട്. അതാണ് അടുത്ത വാക്ക്. എന്താണ് വാക്ക്? അല്ലാഹുമ്മ ഈമാനം ബിക്, ഏ അല്ലാഹ്, ഞാൻ നിന്നെ പൂർണ്ണമായി അംഗീകരിച്ചു വന്നിരിക്കുകയാണ്. ആണോ? സകല ജാറങ്ങളിലും കയറി ഇറങ്ങിയിട്ടല്ലേ നീ പോയത് ഹജ്ജിന്? സകല ശൈഖന്മാരടുത്തും പോയി പൊരുത്തം വാങ്ങിയിട്ടല്ലേ നീ ഹജ്ജിന് പോയത്? നീ കള്ളം പറയുകയല്ലേ ഹജറുൽ അസ്വദിനടുത്ത് പോയി നിന്നിട്ട് ഇഹ്റാമിന്റെ വേഷത്തിൽ നിന്നെ മാത്രം അംഗീകരിക്കുന്നവനാണ് ഞാനെന്ന്? നീ സകല ശൈഖന്മാരെ അംഗീകരിക്കുന്നവനല്ലേ? സകല വലിയകളെ അംഗീകരിക്കുന്നവനല്ലേ? സകല ദർഗകളെയും ചുറ്റുന്നവനല്ലേ നീ? എന്നിട്ട് നീ ഹജറുൽ അസ്വദിനെത്തിയിട്ട് പറയാ അല്ലാഹുമ്മ ഈമാനം ബിക്, ഞാൻ നിന്നെ അംഗീകരിച്ചു വന്നവനാണ് എന്ന്. കള്ളം. 10, 5, 10 ലക്ഷം ചെലവാക്കിയിട്ട് പോകുന്ന ഹാജിമാർ ആദ്യം ചെയ്യുന്ന ജോലി അള്ളാഹിനോട് കളവ് പറയുക. ഇവിടെ സകല ജാറത്തിലും കയറി ഇറങ്ങിയിട്ടാണ് ഹജ്ജിന് വേണ്ടി പോയിരിക്കുന്നത്. സകല ശൈഖന്മാരെ പടിവാതിക്കൽ ചെന്ന് കാലും പിടിച്ച് വെള്ളം കുടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്നിട്ട് അവിടെ എത്തിയിട്ട് അള്ളാഹിനോട് പറയാ അല്ലാഹുമ്മ ഈമാനം ബിക്, ഞാൻ നിന്നെ മാത്രം അംഗീകരിച്ചു വന്നവനാണെന്ന്. ആണോ? നീ അള്ളാഹു അല്ലാത്ത പരലിൽ നിന്നും കാര്യങ്ങൾ നേടുമെന്ന് വിശ്വസിച്ച് ചുറ്റിക്കറങ്ങിയവനല്ലേ നീ? എന്നിട്ടല്ലേ നീ ഇവിടെ എത്തിയിരിക്കുന്നത്? രണ്ടാമത്തെ വാക്ക് അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക്, നിന്റെ കിതാബ് സത്യമാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ പരിശുദ്ധ ഖുർആൻ സത്യമാക്കിക്കൊണ്ട്. ആണോ? ആണോ? എത്ര കോടികളാണ് നിനക്ക് ബാങ്കിൽ പലിശയ്ക്ക് വേണ്ടി നീ ലോൺ എടുത്തിരിക്കുന്നത്? ആ ലോണല്ലേ നിന്റെ ബിസിനസ് മുഴുവനും? ബിസിനസ് എന്ന് കിട്ടിയ ലാഭമായിട്ടല്ലേ നീ പോയിരിക്കുന്നത് ഹജ്ജിന്? അല്ലേ? നീ നിന്റെ ആഭരണം ബാങ്കിൽ പണയം വെച്ചിട്ട് പലിശ കൊണ്ടല്ലേ നീ പോയിരിക്കുന്നത് ഹജ്ജിന്? എന്നിട്ട് നീ അള്ളാഹിനോട് പറയുന്നത് നിന്റെ ഖുർആൻ സത്യമാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പലതും കളവാക്കിയിട്ടല്ലേ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും? നിന്റെ കല്യാണ പന്തൽ മുതൽ അങ്ങോട്ട് മുഴുവനും അള്ളാഹും റസൂലും പറഞ്ഞതിനെ കളവാക്കിക്കൊണ്ടല്ലേ നീ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് നീ ഹജ്ജിനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കള്ളം പറയല്ലേ അവിടെ? നിന്റെ കിതാബ് അനുസരിച്ച് ജീവിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ വാക്ക് നിന്നോട് ചെയ്ത കരാറ് പൂർത്തിയാക്കിയവനായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ആണോ? ഒന്നാമത്തെ കരാർ അശ്ഹദു അല്ലേ? കരാറ് പൂർത്തിയാക്കിയിട്ടാണോ പോയിരിക്കുന്നത്? നീ പോന്നതിന്റെ തലേന്നല്ലേ നീ കുത്തുബിയത്ത് വെച്ചത്? ഷിർക്കിന്റെയും കുഫറിന്റെയും കൊടും വേദനയായ കുത്തുബിയത്ത്. ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്ന തനി കാഫിരിങ്ങളെ വിളിച്ചിട്ടല്ലേ നീ കുത്തുബിയത്ത് വെച്ചത്? ആ കുത്തുബിയത്തും കഴിച്ച് ചോറും കൊടുത്തിട്ടല്ലേ നീ പോയിരിക്കുന്നത് ഹജ്ജിന്? എന്നിട്ട് നീ അവിടെ പോയിട്ട് കള്ളം പറയല്ലേ നിനക്ക് തന്ന കരാറ് പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്? എന്താണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ഷഹാദ? എന്താണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹിലെ ഷഹാദ? അല്ലാഹു അക്ബർ. നാലാമത്തെ വാക്ക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദ്. നല്ല തമാശ. വത്തിബാഅൻ, ഞാൻ അനുകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത്തിബാഅൻ ലിസുന്നത്തി നബിയിക, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ചര്യകളെ പൂർണ്ണമായി അനുധാവനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ആനോ? ഇഹ്റാമിന് വേണ്ടിയിട്ട് കുളിക്കുന്ന അന്നല്ലേ നീ ക്ലീൻ ഷേവ് ചെയ്തത്?
ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോഴും ക്ലീൻ ഷേവ് തന്നെയല്ലേ? എന്നിട്ട് ഈ വടിച്ച മുടിയുമായിട്ട് ഹറാമായ താടിയുമായി അള്ളാഹ് ഹജറുൽ അസ്വദിനടുത്ത് പോയിട്ട് പറയാ, ഞാൻ നിന്റെ പ്രവാചകന്റെ സുന്നത്ത് അനുവാദനം ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കള്ളമല്ലേ നീ പറഞ്ഞത്? നീ ഏത് സുന്നത്താണ്? നിന്റെ സ്വന്തം ജീവിതത്തിൽ സുന്നത്ത് നോക്കിയിട്ടുണ്ടോ? വസ്ത്രവിധാനത്തിന് സുന്നത്ത് നോക്കിയിട്ടുണ്ടോ? നിന്റെ ഭാര്യ മക്കളുടെ കാര്യത്തിൽ സുന്നത്ത് നോക്കിയിട്ടുണ്ടോ? നിന്റെ ആൺമക്കളെയും പെൺമക്കളെയും കല്യാണത്തിന്റെ കാര്യത്തിൽ സുന്നത്ത് നോക്കിയിട്ടുണ്ടോ? ആണും പെണ്ണും ഒന്നടങ്കം നാടായ നാടും റോഡായ റോഡും നിറക്കുമ്പോഴും സുന്നത്ത് നോക്കിയിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും സുന്നത്ത് നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് നീ അവിടെ പോയിട്ട് കള്ളം പറയുകയല്ലേ സുന്നത്തി നബീക എന്ന്? അതെ, 5 or 10 ഹാജിമാര് കബൂലായാൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുമെന്ന് പറഞ്ഞു അല്ലാഹു തആല. 20 ലക്ഷമാണ് പങ്കെടുക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഒരു 5 ഹാജിമാരെയെങ്കിലും കബൂലായാൽ മതി, ഈ ആകാശം ആകാശമായി നിലനിൽക്കും, ഭൂമി ഭൂമിയായി നിലനിൽക്കും, ആകാശത്തിൽ നിന്ന് മഴ പെയ്തിരിക്കും. അതേ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാജിയെങ്കിലും കബൂലായിട്ടില്ലെങ്കിൽ ആ വർഷം കായ്കനികൾ പൂക്കുകയില്ല, ആകാശത്തിൽ നിന്ന് വെള്ളം ഇറങ്ങുകയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അഥവാ ഈ പ്രപഞ്ചത്തിന്റെ സുന്നത്ത് നിലനിർത്തണമെന്ന് അള്ളാഹ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മലക്കുകളെ മനുഷ്യന്റെ കോലത്തിൽ അയച്ചിട്ട് നല്ല ഹജ്ജ് ചെയ്യിപ്പിക്കും എന്ന്. അതുകൊണ്ട് 20 ലക്ഷവും കബൂലായി സ്വീകരിച്ചിട്ട് വരുമെന്ന പ്രതീക്ഷയൊന്നും ആയിരിക്കും വേണ്ട. ആര് ഷഹാദത്ത് യാഥാർത്ഥ്യമാക്കിയോ അത് തെളിയിക്കാനാണ് ഹജ്ജ്. അതായിരിക്കട്ടെ ഇക്കൊല്ലത്തെ ഹജ്ജ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്തെങ്കിൽ വരും നാളുകൾ ഹജ്ജിൻ്റെതാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നാം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. സൂമു ലിറുഇയതിഹി വഅഫ്തിറു ലിറുഇയതിഹി. മാസം കണ്ടാൽ നോമ്പ് നോക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക. എവിടെ കാണണം, എങ്ങനെ കാണണം? ലോകത്ത് എവിടെ കണ്ടാലും കണ്ടിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച തന്നെയാണ് യഥാർത്ഥമായ കാഴ്ച. ഈ വിഷയത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം രാജ്യങ്ങളും ഇന്ന് 3 ദുൽഹജ്ജ്. അവർക്ക് അറഫ വ്യാഴാഴ്ചയാണ്, ഹജ്ജ് പെരുന്നാള് വെള്ളിയാഴ്ചയും ആണ്. അതെ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും UAE, ഖത്തർ, ബഹ്റൈൻ, അതിനേക്കാൾ വലിയത് ഒമാനിലും ഇതാണ് കാര്യം. തിരുവനന്തപുരത്ത് മാസം കണ്ടാൽ കണ്ണൂര് മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒമാനിന് മാസം കണ്ടാൽ കണ്ണൂർ എടുത്തുകൂടാ? കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ 1.25 മണിക്കൂർ യാത്ര ചെയ്യണം തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ. കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ 3 മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഒമാനിലെത്താൻ. എങ്കിൽ എന്തുകൊണ്ട് ഒമാനിന്റെ മാസപ്പിറവി കേരളക്കാർക്ക് അംഗീകരിച്ചുകൂടാ? തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക, ഈ വിഷയത്തിൽ സെലഫി ഗ്രൂപ്പുകൾ, മുജാഹിദ് ഗ്രൂപ്പുകൾ, 2 ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി ഉണ്ട്. 3ാമത്തെ ഗ്രൂപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാത്തിലാക്കിയ ഭൂരിപക്ഷ ഷീഈ ഗ്രൂപ്പ്, അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹിയെ ബാത്തിലാക്കിയ ന്യൂനപക്ഷ ഖാദിയാനി ഗ്രൂപ്പ്. അവർ 2ആളെയും നാം പരിഗണിക്കേണ്ടതില്ല. അവർ കൊടിയ കാഫിരിങ്ങളും മുശ്രിക്കുകളുമാണ്. അവർ മാസം കാണുന്നുണ്ടോ ഇല്ലേ നമുക്ക് വിഷയമല്ല. അവർ പെരുന്നാളാക്കുന്നുണ്ടോ നോമ്പാക്കുന്നുണ്ടോ നമുക്ക് വിഷയമല്ല. നമുക്ക് വിഷയം അഹ്ലുസുന്ന മാത്രമാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള മുജാഹിദ് ഗ്രൂപ്പുകൾക്കും സലഫി ഗ്രൂപ്പുകൾക്കും ഒത്തൊരുമിച്ചിരുന്ന് ഒമാനിലെ മാസപ്രഖ്യാപനം അനുസരിച്ച് ഹറമിക് സൗദി അറേബ്യയോട് യോജിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കേരളക്കാർ ദുബായിലുണ്ട്, നമ്മുടെ കേരളക്കാർ ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അവരാടും നമ്മളോട് നമ്മൾ പറയാറില്ല നമ്മളെ മാസം ഇങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണെന്ന് പറയാറില്ല. അവരും സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് ദുബൈയിൽ നമ്മുടെ കേരളക്കാർ പെരുന്നാളാക്കുന്നത്. അതേപോലെ തന്നെ ഒമാനിന് പിന്നെ ഖത്തറിലും ബഹ്റൈനിലും പെരുന്നാളാക്കുന്നത് അവർ സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ്. കേരളത്തിന് മാത്രം ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ, ഖാദിയാനി ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ എന്താവശ്യത്തിനാണ് ഈ അയൽപക്ക ബന്ധം? അപകടകരമായ അയൽപക്ക ബന്ധമാണ്. മനസ്സിലാക്കാൻ കൂടുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാം. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ബിസ്സലാത്തി അലാ നബിയിഹി അംറ വഖാല മുഖ്ബിറൻ വ ആമിറ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارض عن اشرف الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم اجمعين وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات
اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.